നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവർ എഫക്റ്റ് ഉണ്ടായി എന്ന് CPIM സംസ്ഥാന കമ്മിറ്റി. LDFിന്റെ ഒരു വിഭാഗം വോട്ട് അൻവർ പിടിച്ചു. LDFിനെ വഞ്ചിച്ച ആളാണ് അൻവർ എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനായില്ലെന്നും സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തി. എന്നാൽ അൻവർ ഫാക്ടർ ഉണ്ടായിട്ടില്ലെന്നാണ് നിയുക്ത MLA ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രതികരണം. മികച്ച സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചിട്ടും പതിറ്റാണ്ടുകൾക്ക് ശേഷം പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചിട്ടും നിലമ്പൂരിൽ എങ്ങനെ തോറ്റു എന്ന പരിശോധനയാണ് CPIM നേതൃയോഗങ്ങളിൽ നടക്കുന്നത്. M സ്വരാജിന്റെ പരാജയ കാരണങ്ങളിൽ ഒന്ന് PV അൻവർ എഫക്റ്റ് കൂടിയാണെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തുന്നു. ഒരു കാലത്ത് LDFിന്റെ നാവായിരുന്ന PV അൻവർ മുന്നണിയെ വഞ്ചിച്ചുവെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനായില്ല. LDFിന്റെ വോട്ടുകൾ മാത്രമല്ല UDFിലെ നെഗറ്റീവ് വോട്ടും PV അൻവറിലേക്ക് പോയെന്നും CPIM സംസ്ഥാന സമിതി വിലയിരുത്തി. ആര്യാടൻ ഷൗക്കത്ത് വിരുദ്ധ വോട്ടുകളും അൻവറിന് ലഭിച്ചു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ RSS പരാമർശം തിരിച്ചടിയായെന്ന് ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിമർശനം ഉയർന്നിരുന്നു. ഇടത് വോട്ടുകളുടെ ചോർച്ചയിൽ ഗൗരവതരമായ പരിശോധന വേണമെന്നും സംസ്ഥാന നേതൃയോഗങ്ങളിൽ ആവശ്യമുയർന്നു. എന്നാൽ PV അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഫാക്ടറേ ആയിരുന്നില്ല എന്നാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രതികരണം. 2011 അൻവർ ഫാക്ടർ ഉണ്ടായപ്പോൾ UDF ജയിച്ചത് 6000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. ഇപ്പോൾ ഭൂരിപക്ഷം 11,000 ആയെന്നും ആര്യാടൻ ഷൗക്കത്ത്. എന്തൊക്കെ ഒരു ഭരണകൂടത്തിന് ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്തിട്ടും 6000-ൽ നിന്ന് 2000 ഡീലിമിറ്റേഷന് ശേഷമുള്ള 6000-ൽ നിന്ന് 11,000-ലേക്ക് ലീഡ് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അവിടെ എന്തൊക്കെ ഉണ്ടായിരിക്കും. UDFിൻ്റെ ശക്തി കേന്ദ്രം UDF ഒരു വലിയ ശക്തിയായി, കൂടുതൽ ശക്തിയായി മാറിയിരിക്കുന്നു എന്നതാണ് നമ്മളതിൽ കാണാൻ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചത് ഏത് ഫാക്ടറാണെന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തിക്കോളൂ എന്ന് ആര്യാടൻ ഷൗക്കത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.